അണ്ണനെന്തോ സംശയം തോന്നിയിട്ടുണ്ട്. എന്നെ കൊല്ലൂ. പേടിച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടി വലിച്ചു കയറ്റിക്കൊണ്ടിരുന്ന നിന്റെ പ്രോബ്ലം സോൾവ് ആവോ? ഡേ, നിനക്കെന്തറിയാം എന്റെ അണ്ണനെ കുറിച്ച്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? എന്തിയോടെ നീ എന്നെ തട്ടിക്കളഞ്ഞ? എന്താ? എത്ര നാളാ ഞാൻ വീരുബായുടെ അനിയനാണെന്ന് പറഞ്ഞിങ്ങനെ ജീവിക്കുക. അയാളെ പേടിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാമെന്ന് വെച്ചാ എന്നെ സ്നേഹിച്ച പെണ്ണിനിൽ നിന്ന് പോയെന്ന് വരും. അയാളുടെ ശല്യം ഒഴിവാക്കി കഴിഞ്ഞ എനിക്ക് 2 പ്രയോജനങ്ങളുണ്ട്. അതിലൊന്ന് എന്റെ ദിൽ കി ധഡ്കൻ മേരി ജാൻ, മറ്റൊന്ന് വീരുഭായുടെ പൊസിഷൻ. അണ്ണാ, നീ പറഞ്ഞ സൗഭാഗ്യങ്ങളെല്ലാം ഇനി എനിക്കാടാ. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണ്ട. ക്ഷമിക്കാനോ? നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമായിരുന്നെന്ന് എന്നോട് ഒരിക്കലെങ്കിലും നീ പറഞ്ഞിരുന്നെങ്കിൽ ആരെതിർത്താലും അവളെ ഞാൻ നിനക്ക് കൊണ്ടുതരുമായിരുന്നു. നിന്റെ ഒരാഗ്രഹത്തിന് പോലും എതിരെ നിന്നിട്ടില്ലാത്ത എന്നെ നിനക്ക് കൊല്ലണമല്ല. ഒരിക്കലെങ്കിലും നിനക്ക് എന്നെ കൊല്ലണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ആഗ്രഹം നടക്കില്ലടാ. അതിനേക്കാളൊക്കെ വളരെ നല്ലത് നീ ചാവുന്നതാ. ഒന്നും ചെയ്യില്ല അണ്ണാ. ഭായ്, ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞേക്ക്. അണ്ണാ, എന്നോട് ക്ഷമിക്കണ്ട. അണ്ണാ, വേണ്ട, എന്നോട് ക്ഷമിക്കണ്ട അണ്ണാ. ജോണി, ഭായ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്റെ അനിയൻ ചിലപ്പോ ജീവന് വേണ്ടി നിന്നോട് യാചിച്ചെന്നിരിക്കും. അവനെ ഇനി ആരും ഒരിക്കലും കാണരുത്. നിങ്ങളുടെ ഫോണെല്ലാം ഓഫ് ചെയ്തേക്കണം. എവിടെയെങ്കിലും ദൂരെ മാറി ഒരിടത്തേക്ക് കൊണ്ടുപോയിക്കോ. ഓക്കെ ഭായ്. അന്നാ, ദേവയുടെ ഫ്രണ്ടാ ഞാൻ. അതെ, നിങ്ങളുടെ അനിയൻ നിങ്ങളെ ചതിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ? എന്താ ഇപ്പോ? ഇനിയും നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ദേവയുടെ ആളാണെന്നും ദേവയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് ദേവയെ തന്നെ കൊന്നുകളഞ്ഞവനാ ഞാൻ. സത്യ, ദേവയെ ആളില്ലാത്തടത്ത് വിളിച്ചു വരുത്തിയതും ഇൻസ്പെക്ടറെ മാളിലെത്തിച്ചതും നീ സ്നേഹിച്ച പെണ്ണിനെ നിന്റെ അനിയനെ കൊണ്ട് പ്രേമിപ്പിച്ചതുമില്ല ഈ ഞാനാ. അവൻ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചതും ഞാൻ കാരണം. അവൻ ഇന്ന് നിന്നെ കൊല്ലാൻ വരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നില്ലേ? ഞാൻ വിരിച്ച കിണിയിൽ നീ വീഴുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നടാ. ഇപ്പൊ ഞാനല്ല അവനെ കൊല്ലാൻ പോകുന്ന, നീ തന്നെ അവനെ കൊല്ലുന്നത്. പറ്റുമെങ്കിൽ പോയി രക്ഷിക്കാൻ നോക്ക്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മുടെ കൺമുൻപിൽ വെച്ച് നമ്മളെ വിട്ടുപിരിയുമ്പോ അവരെ ഒന്ന് രക്ഷിക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്നവന്റെ മനസ്സിലുള്ള വേദന, ആ വേദന ഞാൻ അനുഭവിച്ച പോലെ നീയും ഇപ്പൊ അനുഭവിക്കണം. ഇനി എന്റെ മുന്നിൽ നീ മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാം.
ഭായ്. അവനിവിടെ വന്നിട്ടുണ്ടാവും. ഞാൻ ഇവിടെ തന്നെ ഉണ്ടണ്ണ. അവനിവിടെ കണ്ടെന്ന് പറഞ്ഞത് ഇവനാണ്, അതുകൊണ്ടാ വരാൻ പറഞ്ഞത്. പോയി അവനിവിടെ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വാ. ഇന്നാ ഇത് വെച്ചോ. നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇറങ്ങി വേടാ. എവിടെയാണ് ഇവൻ? ഈ നിൽക്കുന്നവൾക്ക് വേണ്ടിയല്ലേ എന്റെ പൊന്നനിയനെ ഞാനൊന്ന് കൊന്നുകളയാൻ വരെ തീരുമാനിച്ചത്. അകത്ത് നിൽക്കുന്നവന്മാരല്ലേ, ഇറങ്ങി പോടാ. ഭായ്, എല്ലാവരും കൂടുതൽ അവരും പോയിണ്ടല്ലോ ഭായ്. അവൻ ഇവിടെ എങ്ങാനും ഉണ്ടോ നിങ്ങൾ പോയി നോക്ക. എവിടെ ഉണ്ടെങ്കിലും ഇറങ്ങി വാടാ. അന്ന് നീ സ്നേഹിച്ച പെണ്ണിനെ ഞാൻ കൊന്നു കളഞ്ഞില്ലേ? ഇപ്പൊ നീ ഇവിടെ വന്നില്ലെങ്കിൽ ഇവളെയും കൊല്ലും ഞാൻ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. എവിടാ? റാം, അവനിവിടെ എങ്ങാനും ഉണ്ടാവും. നോക്ക്. റാമല്ല ഭായ്, സത്യ. നെക്സ്റ്റ് ടാർഗറ്റ് നിങ്ങളായിരിക്കും. നീയാണല്ലേ അപ്പൊ സത്യ? മാറിയതിന്റെ മുഖം മാത്രമേ ഉള്ളൂ, പക മാറിയിട്ടില്ലടാ. റോങ് ടൈമില് നമ്മൾ തമ്മിൽ കണ്ടെന്ന് അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അത് നീ കേട്ടില്ല. എന്റെ ദൈവത്തെ കൊന്ന് നീ വലിയൊരു തെറ്റ് ചെയ്തു. എന്റെ ജീവൻ തിരിച്ചു നൽകിക്കൊണ്ട് ദൈവം നിന്നോട് വലിയൊരു തെറ്റ് ചെയ്തു. നിനക്കിപ്പോ ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടല്ലേ? നിന്റെ തല താഴേക്ക് വീണ് ചിന്നിച്ചിതർന്നതിന് മുൻപ് നിനക്ക് നിന്റെ ജീവനോട് കൊതി തോന്നുന്നുണ്ടെങ്കിൽ മരണം നിന്നിലേക്ക് ഇഞ്ചിഞ്ചായി അടുക്കുമ്പോൾ നീ മനസ്സിലാക്കും അതെത്ര ഭയാനകമാണെന്ന്. ചാവുന്നതിന് മുൻപുള്ള നിന്റെ അവസാന ശ്വാസം അതെന്റെ കയ്യിലടാ. ഹാപ്പി ജേർണി. ഐ എം സോറി. ഞാൻ എന്റെ സോറി എന്തിനാ? നോ, ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്. യു സേവ് മൈ ലൈഫ്. നീ വന്നില്ലായിരുന്നെങ്കിൽ. താങ്ക്സ്. താങ്ക് യു. ബൈ. What next?